ഹേ ഗായ്സ്, നമുക്കപ്പോൾ ഇന്നൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്, ഒരു 5 മിനിറ്റ് കുതിർത്ത് വെക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ ലോങ് റൈസ് അല്ല, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ പട്ട, ഗ്രാമ്പൂ, കരയാമ്പൂ, അതുപോലെ തന്നെ നമ്മൾ ബേ ലീഫ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഓവർ കുക്ക്ഡായി പോവാതെ ശ്രദ്ധിക്കണം. നമ്മളൊരു 3/4 ഭാഗം കുക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് റൈസ് എടുക്കേണ്ടത് കേട്ടോ. കാരണം ദം ഇടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വളരെ ഇതായിട്ട് വെന്തു പോകും. അപ്പം ഞാനിവിടെ ചിക്കനിൽ മസാല ഓൾറെഡി ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിലേക്ക് നമ്മളിപ്പം തൈര്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബേസിക്കലി നമ്മൾ ആഡ് ചെയ്യുന്ന മസാലാസ്, നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആൻഡ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല വളരെ കുറച്ചിട്ടാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് പുരട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വറുത്തിട്ടുള്ള സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ പച്ചമുളക്, വേപ്പില, സവോള ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. ചിലർ വീട്ടിലുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞാനിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചിക്കനൊക്കെ കുക്കായി വന്നതിന് ശേഷം നമ്മളിപ്പോൾ ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനാണ് ആദ്യത്തെ ലെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യൂഷ്വലി ലെയർ ചെയ്യുന്നത് പോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവോള, നെയ്യ്, പിന്നെ ഞാനിവിടെ ചിലർക്ക് സാഫ്രോൺ ആയിട്ടുള്ള മിൽക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കുറച്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇച്ചിരി കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് ലെയർ ചെയ്യുന്നു. പിന്നെയും ചിക്കൻ, പിന്നെയും റൈസ്. നമ്മൾ അങ്ങനെയാണ് ലെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് അടുപ്പുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ പൊട്ടിക്കുന്നതിലും നല്ലത് അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ബിരിയാണി എപ്പോഴും ചൂടോടെ കഴിക്കുന്നതിലും നല്ലത് കുറച്ച് നേരം ഇരുന്നിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഇറങ്ങി നല്ല ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. യൂഷ്വലി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും ടൈമിൽ അമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കാറ്. ഞാൻ ജസ്റ്റ് ഒരു സഹായമായിട്ട് മാത്രമേ കൂടാറുള്ളൂ. ബട്ട് ദിസ് ടൈം ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ട്രൈ ചെയ്തത്. ആൻഡ് ഫൈനലി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഡേ, സാറ്റർഡേ ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ ഈസി അല്ലെങ്കിലും കഴിക്കാൻ ഈസിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.